സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം പ്രിലിംസ് ആണ്. പ്രിലിംസ് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി വരുന്ന വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ എല്ലാ എക്സാമുകളും ഏകദേശം എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണ കിട്ടാനുള്ള കലണ്ടറൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബെവ്കോ എൽ ഡിക്കും പ്രിലിംസ് ഉണ്ട്, കമ്പനി ബോർഡ് LGSനും പ്രിലിംസ് ഉണ്ടെന്നാണ്. ഒരു ജൂൺ ജൂലൈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും, ജൂലൈ സമയമൊക്കെ ആകുമ്പോഴത്തേനും പ്രോബബ്ലി ഈ എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെ പ്രിലിംസിന് ശേഷമായിരിക്കും നമുക്ക് കമ്പനി ബോർഡ് LGSന്റെ മെയിൻസും ബെവ്കോ എൽ ഡിയുടെ മെയിൻസും എഴുതാൻ പറ്റുക. രണ്ടിനും ഒരൊറ്റ പ്രിലിംസ് ആയിരിക്കും, കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തുകൊണ്ട് ഈ പ്രിലിംസ് ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ടാണ്. ബാക്കി ജില്ലകൾ തിരിച്ച് നടത്തുന്ന LGS വേരിയസോ അല്ലെങ്കിൽ LD ഓരോ ജില്ലയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്ന എക്സാമുകൾക്കോ ഒന്നും പ്രിലിംസ് ഉണ്ടായിരുന്നില്ല, അത് എടുത്തു മാറ്റി. പക്ഷേ സർക്കാരിന് അധിക ചെലവായിരുന്നിട്ട് കൂടിയും അവർ പ്രിലിംസ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് നിലനിർത്തുകയാണ്. അപ്പൊ ഇത് ഒരു പ്രശ്നമാണോ, വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ വെല്ലുവിളി ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രണ്ട് എക്സാമിന്റെ ആസ്പെക്റ്റിൽ ഞാൻ പറയാം. നമ്മൾ 2 തവണ എക്സാം എഴുതാൻ പോകണം. അപ്പോൾ വണ്ടിക്കൂലിയുടെ ചെലവുണ്ട്, കാലതാമസം പ്രിലിംസ് വന്നതുകൊണ്ട് മെയിൻസിലേക്ക് ഒരു അല്പം കൂടി കാലതാമസമുണ്ട്. അപ്പോൾ ആ കാലതാമസം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ നേരത്തെ എക്സാം വന്ന് കഴിഞ്ഞു പോകുന്നതാണ്. പക്ഷെ പഠിക്കാനുള്ളൊരു സമയം വേണം. അങ്ങനെ ഒരു എക്സാം അത് നേരത്തെ വന്നു കഴിഞ്ഞങ്ങ് പോയി നമ്മൾ പെട്ടെന്ന് ജോലിയിലേക്ക് കയറും. അങ്ങനെ ജോലിയിലേക്ക് കയറാൻ അധികം സമയം എടുക്കുകയില്ല. എക്സാം ഇങ്ങനെ നീണ്ടു പോകുന്തോറും നമുക്ക് ജോലിയിലേക്കുള്ള ദൂരവും കൂടെ കുറച്ച് കൂടുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് 2 എക്സാം വരുന്നതുകൊണ്ട് അല്പം കാലാവധി അല്ലെങ്കിൽ ജോലിയിലേക്ക് നമ്മൾ എത്തുന്ന തീയതി കുറച്ച് അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയം കുറച്ച് മുമ്പോട്ട് നീങ്ങുമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ചെലവുകൾ, ഇത് സർക്കാരിന്റെ സൈഡിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിലും ചെലവ് 2 എക്സാം ആയിട്ട് നടത്തണം, പേപ്പർ പ്രിന്റ് ചെയ്യണം, ആൾക്കാർക്ക് സാലറി കൊടുക്കണം, ഇതെല്ലാം ഉണ്ട്. എന്നാലും ഇങ്ങനെ സംഭവം വന്ന സ്ഥിതിക്ക് നമ്മൾ ഇതിനെ ഫേസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ പ്രിലിംസ് പണിയാണെന്ന് ചോദിച്ചാൽ പണിയാണ്. 2 എക്സാമിനും നമ്മൾ പ്രിലിംസ് എഴുതുന്നു, പണി തന്നെയാണ്. അതിനകത്ത് ക്വാളിഫൈ ചെയ്ത് 2നും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും. കമ്പനി ബോർഡ് എഴുതണമെങ്കിൽ ഒരു കട്ട് ഓഫിന് മേളിൽ ക്വാളിഫൈ ചെയ്യണം, ബെവ്കോ എൽ ഡി എഴുതണമെങ്കിൽ ഒരു കട്ട് ഓഫിന് മേളിൽ ക്വാളിഫൈ ചെയ്താലേ പറ്റത്തുള്ളൂ. സ്വാഭാവികം. ഇനി ഇതിനെ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ നേരിടാമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തായാലും ഇത് ഉറപ്പായി. അപ്പൊ അതിനുള്ള പരിപാടികൾ ആദ്യം സിലബസ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യം കമ്പനി ബോർഡ് LGSന്റെ ആണ് ഞാൻ കമ്പാരിസൺ നടത്തുന്നത്. വലിയ അനാലിസിസിലേക്ക് ഒന്നുമല്ല പോകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മെയിൻസിന്റെ സിലബസിലേക്ക് നിങ്ങൾ നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റുകളും ഇതിന്റെ പ്രിലിംസിലെ സബ്ജക്റ്റുകൾ, പ്രിലിംസിലെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതും തമ്മിൽ കാര്യഗൗരവമായ വ്യത്യാസമില്ല. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം ഉണ്ട്, ബട്ട് ഇതിലെ ടോപ്പിക്കുകളിൽ വലിയ വ്യത്യാസമില്ല. നമ്മൾ സാധാരണ ഒരു LGSന്റെ സിലബസിൽ പഠിക്കുന്നത് എന്തൊക്കെയാണോ ഓൾമോസ്റ്റ് ഒരു 90-95% തന്നെ കാര്യങ്ങൾ അത് തന്നെയാണ് പ്രിലിംസിലും വരിക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യം ഒന്നാണ്, 2 എക്സാം ആയിട്ട് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ലപോലെ പഠിക്കുന്ന ഒരാൾക്ക് ഈ 2 എക്സാമും ഒരുപോലെ പെർഫോം ചെയ്യാൻ സാധിക്കും. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ എഴുതാൻ പറ്റും. അപ്പോൾ LGSനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, വെല്ലുവിളി ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അല്പം പ്രശ്നം വരാനുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് 10th മെയിൻസ് എക്സാം അഥവാ 10th മെയിൻസ് ആയിട്ട് എഴുതാൻ പോകുന്ന ബെവ്കോ എൽ ഡിയുടെ കേസ് വരുമ്പോഴാണ്. ബെവ്കോ എൽ ഡിയുടെ മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ പ്രിലിംസ് ഇതാണ്. അപ്പോൾ LGS പോലത്തെ ഒരു പ്രിലിംസ് നമ്മൾ എഴുതി, LGSന്റെ സിലബസിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലെ ഒരു പ്രിലിംസ് നമ്മൾ എഴുതി ക്വാളിഫൈ ചെയ്തിട്ട് വേണം LD എക്സാം പോലെ തന്നെ ഒരു വിശാലമായിട്ടുള്ള സിലബസ് ഉള്ള ആളെ നമ്മൾ ഒന്ന് പഠിക്കാനായിട്ട്. അപ്പം ഇത് മാത്രം പ്രിലിംസിന്, അതായത് 10th പ്രിലിംസിന്റെ സിലബസ് മാത്രം പഠിച്ച് പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നേന്ന് നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സമയം കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മൾ ഈ പ്രിലിംസിൽ ഉൾപ്പെടാത്ത ചില സബ്ജക്റ്റുകളും മുൻപേ നോക്കി തുടങ്ങേണ്ട വരും. ചില കാര്യങ്ങളും ഒരുപക്ഷെ മുൻപേ നമ്മൾ പഠിക്കേണ്ട വരും എന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇത് അഭിമുഖീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ കോമൺ ആയിട്ട് വരും. അതെന്തായാലും ഈസിയാണ്. പിന്നെ സയൻസിന്റെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് വരും. പക്ഷെ ഈ പ്രിലിംസിലെ എത്രയാണോ സ്റ്റാൻഡേർഡ്, പ്രിലിംസിൽ ചോദിക്കുന്ന ആ ഒരു കാഠിന്യം എന്താണോ അതിനേക്കാളും കൂടുതലായിരിക്കും 10th മെയിൻസിൽ ഇവിടുത്തെ ചോദ്യങ്ങൾ വരാൻ സാധ്യത. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് ഓൾമോസ്റ്റ്
സെയിം സിലബസ് സെയിം സ്റ്റാൻഡേർഡിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇവിടെ അങ്ങനല്ല, അല്പം കൂടെ സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. അപ്പോൾ ബെവ്കോ എൽ ഡി, ഇത് ഈ ബെവ്കോ എൽ ഡി എഴുതുന്ന എല്ലാ ആൾക്കാരും കമ്പനി ബോർഡ് LGSഉം ഇതെല്ലാം എഴുതുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് സെയിം ആണ്. നമ്മൾ എല്ലാവരും ഈ 2 എക്സാമും എഴുതും. പക്ഷെ ഇവിടെ കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് അധ്വാനം കൂടുതലായിരിക്കും. ആ അധ്വാനം നേരത്തെ തയ്യാറെടുത്ത് തുടങ്ങണം. അപ്പൊ ഈ LGSന്റെ സിലബസിനനുസരിച്ചിട്ടുള്ള പഠനവും നമ്മൾ നടത്തണം. അതിന്റെ കൂടെ തന്നെ LDയുടെ സിലബസ് പിന്നീട് പഠിക്കാനായിട്ട് മാറ്റിവെക്കാതെ ഇതും നമ്മൾ പഠിച്ചങ്ങ് തുടങ്ങണം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പഠിക്കേണ്ട സിലബസ് ഇത് പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ പയ്യെ പഠിച്ചു പോകേണ്ട വരും. ഇത് കമ്പനി ബോർഡ് LGSനാണെങ്കിൽ രണ്ടിന്റെയും സെയിം സിലബസ് ആയ കാരണം, വലിയ വ്യത്യാസമില്ലാത്ത സിലബസ് ആയ കാരണം ഒരു ഒറ്റ അപ്രോച്ചിൽ അങ്ങോട്ട് പോയാൽ മതിയായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്. ഇനി ആശ്വാസത്തിലേക്ക് വരികയാണ്. അപ്പൊ സിലബസ് ഇങ്ങനെയാന്ന് പറഞ്ഞു. കീറി മുറിച്ച് ഇപ്പൊ ഒരു ബ്ലൂ പ്രിന്റ് രീതിയിൽ നമ്മൾ പരിശോധിക്കുന്നില്ല, അല്ലാതെ മൊത്തത്തിൽ ഒരു ഐഡിയ എങ്ങനെയാന്ന് തരികയാണ് ചെയ്തത്. ഇനി ഇവിടുത്തെ ചോദ്യം വരുന്നത് പ്രിലിംസ് വലിയൊരു പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണം പറയാനായിട്ട്. നോക്കൂ, പ്രിലിംസിന് വന്ന ചോദ്യങ്ങൾ ഈ പ്രാവശ്യത്തെ 2025 2 സെക്ഷനായിട്ട് പ്രിലിംസ് നടന്നിരുന്നു. 10th പ്രിലിംസ് നടന്നിരുന്നു. ആ 10th പ്രിലിംസിന്റെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ സ്വഭാവവും കാഠിന്യവും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഇനി പറയുന്നത്. അപ്പൊ ഇവിടെ ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ ഇത് പ്രോപ്പർ SCERT എന്ന് വരുന്ന ചോദ്യം തന്നെയാണ്. ഇത് നോക്കുക, ഇങ്ങനെ ഭൂമിയെ നമുക്ക് കുറച്ച് മേഖലകളായിട്ട് തിരിക്കാം. ചൂട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ, താപം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മേഖലകളായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അങ്ങനെ തിരിക്കുന്നത് ചില അക്ഷാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ അക്ഷാംശ രേഖകൾ ഞാൻ ഈ വരയ്ക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയായ 0 ഡിഗ്രി അക്ഷാംശ രേഖയും, പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാരായ 23.5 ഡിഗ്രി നോർത്ത്, ഇവിടെ 23.5 ഡിഗ്രി സൗത്ത്, ഇവിടെ 66 ഡിഗ്രി നോർത്ത്, ഇത് 66 ഡിഗ്രി സൗത്ത്, ഇവിടെ 90 ഡിഗ്രി നോർത്ത്, ഇവിടെ 90 ഡിഗ്രി സൗത്ത്, ഇവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന്റെ പേര്, ഇത് ഭൂമധ്യരേഖ എന്നാണ് 0 ഡിഗ്രി അറിയപ്പെടുക. 23 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ എന്നറിയപ്പെടും. 23 ഡിഗ്രി സൗത്ത് ദക്ഷിണായന രേഖ എന്നറിയപ്പെടും. 66 ഡിഗ്രി നോർത്ത് ആർട്ടിക് വൃത്തമെന്നും 66 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് വൃത്തമെന്നും അറിയപ്പെടും. 90 ഡിഗ്രി നോർത്ത് ഉത്തര ധ്രുവം, 90 ഡിഗ്രി സൗത്ത് ദക്ഷിണ ധ്രുവം. ഇതിന്റെ ഇടയ്ക്ക് 23-ക്കും ഇടയിലായി കാണപ്പെടുന്ന ഈ പ്രദേശം മൊത്തത്തിൽ അറിയപ്പെടുന്ന പേര് നല്ല ചൂടുള്ള പ്രദേശം അഥവാ ഉഷ്ണമേഖല എന്നാണ്. ഇതിൽ 23-ക്കും 66-ക്കും ഇടയ്ക്കുള്ള 2 അർദ്ധഗോളത്തിലെയും പ്രദേശം, അതായത് ഇവിടെയും നമുക്ക് പറയാം, ഈ ഭാഗത്തും പറയാം. ഇതറിയപ്പെടുന്ന പേരെന്താ? ഇതറിയപ്പെടുന്ന പേര് മിതോഷ്ണ മേഖല എന്നാണ്. സോ ഇത് മിതോഷ്ണ മേഖല, 2 മിതോഷ്ണ മേഖലാ ഭാഗങ്ങൾ നമുക്ക് പറയാം. ഇനി ഏറ്റവും തണുപ്പേറിയ ഭാഗമായിരിക്കും ധ്രുവങ്ങളോട് ചേർന്നുള്ള ഭാഗം. സോ ഇവിടെ രണ്ടിടത്തും എനിക്ക് ശൈത്യം എന്ന് എഴുതാൻ പറ്റും. ഇത് ശൈത്യ മേഖലയാണ്, ഇവിടെയും ശൈത്യ മേഖല എന്ന് പറയാം. നമ്മുടെ ചോദ്യം എന്താ? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവേണ്ട കാര്യം എന്താ? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇവിടെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഇത് ഇന്ത്യ എന്ന് സങ്കല്പിക്കുക. ഇന്ത്യയുടെ നടുക്കൂടെ കടന്നു പോകുന്ന, ഇന്ത്യയെ 2ആയി കീറി മുറിക്കുന്ന, ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും ഇന്ത്യയെ സൗത്ത് ഇന്ത്യ എന്നും കീറി മുറിക്കുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഈ രേഖയുടെ വടക്കു ഭാഗത്തുള്ള ഇന്ത്യ പറഞ്ഞ് ഏത് മേഖലയിൽ വരും? മിതോഷ്ണ മേഖലയിൽ വരും. ഇതിന്റെ തെക്ക് ഭാഗത്ത്, അതായത് ഈ വരയുടെ തെക്ക് ഭാഗത്തുള്ള ഇന്ത്യ ഏതിൽ വരും? അത് ഉഷ്ണമേഖലയിലായിരിക്കും വരിക. അപ്പൊ ഇവിടെ സംസ്ഥാനങ്ങളുടെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ആലോചിച്ച് നോക്കാം. സംസ്ഥാനങ്ങളുടെ പൊസിഷൻ നമ്മൾ ആലോചിക്കുക. ഹരിയാന എവിടെ വരും? ഹരിയാന നമ്മൾ ഡൽഹിയുടെ ഒക്കെ അടുത്തായിട്ടല്ലേ കേട്ടിരിക്കുന്നത്, അത് വടക്കേ വരത്തുള്ളൂ, മിതോഷ്ണ മേഖലയിലാണ് വരിക. അടുത്തത് ഗോവ എവിടെ വരും? ഗോവ ഇവിടെ കേരളത്തിന്റെ വടക്കു ഭാഗത്ത് കർണാടകമുണ്ട്. ആ കർണാടകത്തിനും മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്കായി ഇവിടെ കാണപ്പെടുന്ന ആളാണ്. അങ്ങനെ ഗോവയുടെ പൊസിഷൻ ഏകദേശം തെക്കാന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അടുത്ത ജമ്മു കാശ്മീരോ? അത് വടക്കേ വരത്തുള്ളൂ. വെസ്റ്റ് ബംഗാളോ? വെസ്റ്റ് ബംഗാൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2 പേരുടെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആളാ. വെസ്റ്റ് ബംഗാളിന്റെ കുറച്ചു ഭാഗം ഈ വരയുടെ മേളിൽ കയറി നിൽക്കും, കുറച്ചു ഭാഗം വരയുടെ താഴെയാണ്. പ്രോപ്പറായിട്ട് ഉഷ്ണമേഖലയിൽ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കുറച്ച്
തെക്ക് ഭാഗത്തുള്ള ആൾ ആരാണോ, ഇതിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ആൾ ആരാണോ, വരയുടെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ താഴെ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം അത് ഗോവയായിരിക്കും. നമുക്ക് ഉറപ്പിക്കാം. മനസ്സിലായോ? ഗോവയെന്നോ തെലങ്കാനയെന്നോ ആന്ധ്രയെന്നോ തമിഴ്നാടെന്നോ കർണാടകയെന്നോ കേരളമെന്നോ ഒക്കെ തന്നാൽ ഉത്തരം ഇവിടെ ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. അതെല്ലാം ഉഷ്ണമേഖലയിലേ വരത്തുള്ളൂ. അതേസമയം ഉത്തർപ്രദേശ് എന്നോ ഉത്തരാഖണ്ഡ് എന്നോ ഹിമാചൽ പ്രദേശ് എന്നോ വടക്കോട്ട് പിന്നെ രാജസ്ഥാൻ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇവരൊക്കെ വടക്ക് ഭാഗത്ത് ഏകദേശം മിതോഷ്ണ മേഖലയിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പൊ വെസ്റ്റ് ബംഗാൾ രണ്ടിലും വരുവാണ്, അതുകൊണ്ട് നമ്മൾ പിക്ക് ചെയ്തില്ല. പൂർണ്ണമായിട്ട് വരുന്ന ആളെ ഗോവയെ നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഇത് ബുദ്ധിമുട്ടേറിയ ചോദ്യമാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഒരു കോൺസെപ്റ്റൂടെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റേണ്ട ഒരു ചോദ്യമാണ്. കാണാപ്പാടം നമ്മൾ പഠിക്കേണ്ട ചോദ്യമല്ല, അല്ലാതെ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് ചുരങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചോദ്യങ്ങൾ ഈ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ബാരാലാച്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. ബാരാലാച്ല ചുരത്തിന്റെ കാര്യമൊക്കെ പുതിയ SCERT-യിലാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാരാലാച്ല ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ്, സിക്കിം. ഓർപ്പിച്ചോളൂ, ഹിമാചൽ പ്രദേശിലാണ്. ബാരാലാച്ല ചുരത്തിൽ നിന്നാണ് ചെനാബ് എന്ന് പറഞ്ഞ നദിയൊക്കെ ഉത്ഭവിച്ചൊഴുകുന്നത്. ഇത് ഹിമാചൽ പ്രദേശിലെ ഒരു പ്രധാന ചുരമാണ്. ഹിമാചൽ പ്രദേശിലെ ഹിമാലയത്തെക്കുറിച്ച്, ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചുള്ള ചാപ്റ്ററിൽ, അതായത് ഈ പ്രാവശ്യം നമ്മുടെ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ലോകത്തിന്റെ നെറുകയിൽ പറയുന്നുണ്ട്. അതിൽ ഹിമാചൽ പ്രദേശ് ഹിമാലയ ഭാഗത്ത് റോത്തങ് ചുരവും ബാരാലാച്ല ചുരവും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. ശരി, അപ്പൊ അവിടെ നിന്ന് വന്ന ചോദ്യം അത്. അടുത്ത ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ്? ഇതും ആ സെയിം ചാപ്റ്ററിൽ തന്നെ വന്ന ചോദ്യമാണ്. ജയന്തിയ കുന്ന് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് കുന്നാണ്. സീരീസ് ഓഫ് കുന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആളാ. നമ്മൾ ഇങ്ങനെയാണ് എപ്പോഴും ജയന്തിയെ ഒറ്റയ്ക്കല്ല പറയാ. ഖാരോ കുന്ന്, പിന്നെ ഖാസി കുന്ന്, ഖാരോ ഖാസി ജയന്തിയ. ഒരു മുദ്രാവാക്യം പോലെയാ പിള്ളേര് പഠിക്കുക. ഖാരോ ഖാസി ജയന്തിയ. ഇതെവിടെയാ കാണപ്പെടുക? ഇത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോക്കൂ, മേഘാലയയുടെ ഭാഗമാണ്. മേഘാലയയിലാണ് ഈ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. മേഘാലയയുടെ ഭാഗമായിട്ടുള്ളതാണ് ഖാരോ ഖാസി ജയന്തിയ. ഇതിൽ ഖാസി കുന്നുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഇപ്പോഴത്തെ സ്ഥലമായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൗസിൻഡ്രം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഖാസി കുന്നുകളുടെ ഭാഗമായിട്ടാണെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം, കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമം എന്ന് പറയുന്നത് ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്നത് സ്പൈസ് ആണ്. അതൊരു സുഗന്ധവിളയാണ്. ഈ സുഗന്ധവ്യഞ്ജനം അല്ലെങ്കിൽ ഈ സ്പൈസ് കൃഷി ചെയ്യുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് കേരളമാണ്. കേരളത്തിൽ അത് എവിടെയാന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. അപ്പൊ കാർഡമം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിലേക്ക് ആലോചിക്കുക, ഏലമാണ്. കാടമം കുന്ന് എന്ന് പറഞ്ഞാൽ ഏലമല. ഇത് പശ്ചിമഘട്ടത്തിന്റെ ഒരു പശ്ചിമഘട്ടത്തിന്റെ ഒരു പ്രദേശമാണ് ഏലമല എന്നറിയപ്പെടുന്നത്. ആ ഏലമല സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ കേരളമാണ്. ഇവിടെയാണ് ഏലം നല്ലപോലെ ഉൽപ്പാദിപ്പിക്കുന്നത്, കൃഷി ചെയ്യുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി, ചെയ്യാൻ പറ്റും SCERT. ഇനി അടുത്ത നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഥുല ചുരം പുതിയ SCERT-യിലും പഴയ SCERT-യിലും പരാമർശമുണ്ട്. ബാരാലാച്ചിലെ പുതിയ SCERT-യിലേ ഉള്ളൂ. നാഥുല പഴയ SCERT-യിൽ 10ാം ക്ലാസ്സിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും പുതിയ SCERT-യിൽ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ട്. നാഥുല പാസ് സിൽക്ക് റൂട്ടാണ്, പഴയ സിൽക്ക് റൂട്ട്. ഇത് സിക്കിമും ടിബറ്റും തമ്മിലുള്ള ബന്ധമാണ്. സിക്കിം, ടിബറ്റ് ഇവർ തമ്മിലുള്ള ബന്ധമാണ് നാഥുല പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ചോദ്യം വന്നിരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക് തടാകത്തിൽ ചലിക്കുന്ന ദേശീയോദ്യാനമുണ്ട്, ഒഴുകുന്ന ദേശീയോദ്യാനം. ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു ദേശീയോദ്യാനമുണ്ട്. അതിന്റെ പേരെന്താണ്? ലോക്തക് തടാകം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. ലോക്തക് തടാകം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂരിൽ ഉള്ള തടാകത്തിന്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചേക്കുന്ന അതിലെ ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാണെന്നാണ്. ഉത്തരം ഏതാ? അവിടുത്തെ ഒഴുകുന്ന ദേശീയോദ്യാനം കേബിൾ ലംജാവോ ദേശീയോദ്യാനമാണ്. ദിബ്രു സൈക്കോവ സാമിന്റെ ഭാഗത്തും ഡച്ചികമും ഹേമിസ് ഒക്കെ ഇങ്ങ് മാറിയിട്ട് നമ്മുടെ ജമ്മു കാശ്മീർ സൈഡിലേക്കും വരും. അപ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നൊരു ചോദ്യം വന്നാൽ ലോക്തക്, അത് മണിപ്പൂരാണ്, അത് കേബിൾ ലംജാവോ.
പ്യുവർ SCRT ആണ്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്കങ്ങ് കൺക്ലൂഡ് ചെയ്യാം. നോക്കൂ, മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചത്. മടക്ക് പർവ്വതം പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഓർക്കും, സാറേ 10th പ്രിലിംസിൽ മടക്ക് പർവ്വതം എവിടെയാ? പർവ്വതങ്ങളോ അതിന്റെ ഡിവിഷനോ പർവ്വത രൂപീകരണമോ ഇങ്ങനെ വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ജനറൽ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം എവിടെ നിന്നാണ് വന്നത് എന്ന് നമുക്കൊരു സംശയം തോന്നിയേക്കാം. ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ ഇവിടുത്തെ ആളെ നിങ്ങൾ മൈൻഡ് ചെയ്യുക, ഇത് പുതിയ SCRTയിലെ ഇന്ത്യൻ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിലെ ഉത്തരപർവ്വത മേഖലയുടെ ചാപ്റ്ററിലെ ചോദ്യം അവിടെ നിന്ന് വാരി വലിച്ച് ചോദ്യമിട്ടേക്കുക. സോ സംയോജക സീമയിൽ ശിലാഫലകങ്ങളുടെ സമ്മർദ്ദ ഫലനമായി വലനം സംഭവിച്ച് രൂപപ്പെടുന്ന ആൾക്കാര്, വലനം എന്ന് പറഞ്ഞാൽ മടങ്ങുക, മടക്ക് പർവ്വതം മടങ്ങി ഉണ്ടാവുന്നു, ആ മടങ്ങലിനെ വിളിക്കുന്ന പേരാണ് വലനം. അങ്ങനെ രൂപപ്പെടുന്ന ആളാണ് മടക്ക് പർവ്വതങ്ങൾ. സംയോജക സീമ എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റുകൾ ഇടിക്കുന്ന ഭാഗത്ത് അവിടെ രൂപപ്പെടുന്നതാണ് ഇത്. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. സോ വലനം സംഭവിച്ച് രൂപപ്പെടുന്നു, ശരിയായ പ്രസ്താവന 1 വിയോജക സീമയിലല്ല ഇത് രൂപപ്പെടുക, അകന്നു പോകുന്ന ഭാഗത്തല്ല. ഛേദക സീമ എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ് തെന്നി മാറുന്ന ഭാഗത്ത്, അതുമല്ല. അപ്പൊ ഇത് കണ്ട് പേടിക്കേണ്ട, ഈ സിലബസ് മാറി ചോദിച്ച ചോദ്യമാണോ? അല്ല. ഇത് ഹിമാലയത്തിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ വന്നേക്കുന്നതാണ്. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ തന്നേക്കുന്ന ഇതോ കേരള ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങളോ അതീവ കഠിനമാണ് എന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. 10th പ്രിലിംസ് നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട നമ്മുടെ ഇപ്പോഴത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്, പുതിയ SCRT ചോദ്യങ്ങൾ വരുന്നു, പുതിയ SCRT കവർ ചെയ്ത് വേണം പഠിക്കാൻ. അത് മെയിൻസിനും പ്രയോജനപ്പെടും, പ്രിലിംസിനും പ്രയോജനപ്പെടും. പുതിയ SCRTക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കണം. അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാഠം. സോ പറഞ്ഞ ഇത്രേ ഉള്ളൂ. പ്രിലിംസ്, മെയിൻസ്, കമ്പനി ബോർഡ് LGSന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് സിലബസ് വന്നേക്കുന്നത്, സിലബസ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ വെല്ലുവിളിയില്ല. അതേസമയം ബെവ്കോ LD മനസ്സിൽ കാണുന്നവർ കുറച്ചുകൂടെ മുൻപേ ഒന്ന് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ആത്മാർത്ഥമായി സ്മാർട്ടായി അധ്വാനിക്കൂ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ബൈ.